ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തുള്ള ഡയറ്റ് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റിലാണ്. ചില സമയം ഇതെനിക്ക് വാള് വെക്കാനുള്ളൊരു കാരണമാവാറുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് തുമ്പമ്മേനെ ഞാൻ അംഗനവാടിയിലൊക്കെ ആക്കി തിരിച്ചു വന്ന് ഇൻസുലിൻ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, റവയുടെ ഉപ്പുമാവും പഴം പുഴുങ്ങിയതുമായിരുന്നേ. അപ്പോൾ പഴം പുഴുങ്ങിയത് അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഡെയിലി ഒരു പഴം വീതം പുഴുങ്ങിയിട്ട് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഡെയിലി ഒന്നും കഴിക്കാറില്ല, ഒന്നരാടാണ് കഴിക്കാറുള്ളൂ. അതും അധികം പഴുക്കാത്ത പഴം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് എടുത്തു. ഞാൻ ആക്രാന്തത്തിന് പുറത്ത് 2 കഷ്ണമൊക്കെ എടുത്തെങ്കിലും അത് മൊത്തം കഴിക്കാൻ എനിക്ക് ആയിട്ടില്ല. ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം പഴവും ഉപ്പുമാവും കഴിച്ചു. ഒരു കഷ്ണം അവിടെ ബാക്കിയായി. പിന്നെ അത് കഴിച്ച പാടും തന്നെ മെറ്റ്ഫോമിൻ ടാബ്ലറ്റും എടുത്തു കേട്ടോ, ഷുഗറിൻ്റെ ആണ്. പിന്നെ അതൊരു 11-11:30 ആയ സമയത്താണ് ഞാനൊരു സാലഡ് ഉണ്ടാക്കി കഴിച്ചു. അമ്മച്ചിയാണ്, എനിക്ക് സാലഡ് തീരെ ഇഷ്ടമല്ല, പക്ഷേ കഴിച്ചേ പറ്റുള്ളൂ അല്ലേ, എൻ്റെ അവസ്ഥ അതാണല്ലോ. അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഇതെന്ന് വെച്ചാൽ അവക്കാഡോ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പൊതുവിലെ സാലഡ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ എന്നിൻ്റെ മുഖത്തെ ആ ഒരു ഭാവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കുറച്ചുകൂടെ ഞാൻ യോഗട്ടും കൂടെ ആഡ് ചെയ്തപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കഴിച്ചത്. ആക്ച്വലി ഈ സാലഡ് കഴിച്ചതുകൊണ്ട് ഉച്ചക്കത്തെ ചോറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാനുള്ള ഒരു ഉദ്ദേശത്തിന് പുറത്താണ്. അപ്പോൾ സാലഡ് കുറച്ച് കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലൂട്ടൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ വേഗം ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കേണ്ട. അപ്പോൾ അതിനും കിട്ടി 2 അല്ലി. അതിലും കൈയിട്ട് വരാൻ നോക്കുകയാണ് നമ്മൾ ഹേസുമ്മ. ഷുഗർ ഉണ്ടെങ്കിലും ഓറഞ്ച്, പേരക്ക, പൊമഗ്രോനട്ട് ഇതൊന്നും വലിയ സീനില്ലാത്ത ഫ്രൂട്ട്സ് ആണ് കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പെന്ന് കൊണ്ടുവന്ന ഇതും കൊണ്ട് അല്ലു എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. കൺട്രോൾ ചെയ്ത് പിടിച്ച് ഞാൻ. എന്നാലും ഇതൊന്നൊരു കടി ഞാൻ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കുന്ന പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. വെള്ളം കൂടി കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതൊന്ന് കയറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബ്രൊക്കോളിയാണ്. ഞാൻ മുൻപ് ഒരു പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ആൻഡ് ബ്രൊക്കോളി ഷുഗറിനൊക്കെ നല്ലൊരു ഐറ്റമാണ്. ബ്രൊക്കോളി ഉണ്ടല്ലോ, ചിലർക്ക് ടേസ്റ്റ് പിടിക്കില്ല. പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെയും കൂടെ റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതാ കുറച്ച് ചോറ്, സാധാരണ ഞാൻ ഇത്ര അല്ല കേട്ടോ ചോറ് കഴിക്കാറ്. പിന്നെ ബ്രൊക്കോളീൻ്റെ ഉപ്പേരി ഉണ്ട്, പച്ചടി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അയില കറിയും ഉണ്ട് കേട്ടോ. കറിയൊക്കെ ഞാൻ വളരെ കുറച്ച് എടുത്തുള്ളൂ, കാരണം തേങ്ങ അരച്ച കറിയാണ്. തേങ്ങ എത്ര നല്ലതല്ല. ചോറിൻ്റെ അളവ് ഞാൻ വളരെ കുറച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തീരെ കഴിക്കാണ്ട് പറ്റില്ല, കാരണം ആരൊക്കെയോ പറയുന്നത് ചോറ് പാടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോഴും മൊത്തമായിട്ട് ഒഴിവാക്കണം, അങ്ങനെ കഴിച്ച് ശീലിച്ച ഒരാളല്ലേ, മൊത്തമായിട്ട് ഒഴിവാക്കണ്ട, ക്വാണ്ടിറ്റി കുറച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ചു. പിന്നെ ബ്രൊക്കോളി എന്ന് വെച്ചാൽ അതിൽ എഗ്ഗും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈവനിങ്ങിൽ പിന്നെ ഞാനിത് അല്ലും തുമ്പി ഉറങ്ങുമായിരുന്നു കേട്ടോ. ആ സമയത്ത് വന്ന് ബ്രൗൺ ബ്രെഡാണ്, അധികം കഴിച്ചില്ല, 2 ഇതെന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കോഴിമുട്ട 1 പൊരിച്ചു, എന്നിട്ട് അത് കഴിച്ചു. പാലും വെള്ളമാക്കി. ചായ ഞാൻ പാടെ ഒഴിവാക്കി ഗൈസ്. രാവിലെ രാത്രിയാണ് എനിക്ക് ഇൻസുലിൻ വെക്കാനുള്ളത് കേട്ടോ. ഇന്നത്തെ ഡിന്നർ ഓട്സ് ആണ്, അതുപോലെ തന്നെ ചെറുപയറിൻ്റെ ഒരു തോരൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡ് എന്ന് പറയാം. കുറേ എടുക്കാതെ കുറച്ച് ഭക്ഷണം പല സമയങ്ങളായി കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഗ്രീൻ ആപ്പിളോട് കൂടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു.